ഇന്നൊരു ക്രിസ്മസ് ജേണലായാലോ? ജേണൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് ജേണൽ സപ്ലൈസ് മേക്ക് ചെയ്തെടുക്കാവേ. ഒത്തിരി ഒന്നും ഞാൻ മേക്ക് ചെയ്തെടുക്കുന്നില്ല. ക്രിസ്മസ് തീമിൽ കുറച്ച് സ്റ്റാമ്പ്സ് അതുപോലെ കുറച്ച് പാറ്റേൺ പേപ്പറൊക്കെയാണ് ഞാൻ മേക്ക് ചെയ്തെടുക്കുന്നത്. യൂഷ്വലി മിക്കവാറും ഞാൻ ജേണൽ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ ഹാൻഡ് മെയ്ഡ് സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. പിശുക്കത്തരമൊന്നും അല്ല കേട്ടോ. ഈ ഹാൻഡ് മെയ്ഡ് സംഭവങ്ങൾ ജേണൽ ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുണ്ട്. നമുക്കിഷ്ടമുള്ള പോലെ നമുക്ക് പാറ്റേൺ പേപ്പറും സ്റ്റിക്കേഴ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. അങ്ങനെ അത് കാരണം മാത്രമാണ് നമ്മുടെ പാറ്റേൺ പേപ്പറൊക്കെ റെഡിയായി. ഇതൊക്കെയാണ് ഞാനെടുത്ത സംഭവങ്ങൾ കേട്ടോ. ഇതിനകത്ത് കുറച്ചൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് ക്രിസ്മസ് തീമിൽ ചെയ്ത കുറച്ച് സ്റ്റാമ്പ്സാണ്. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ ജേണൽ സപ്ലൈസ് മാത്രമായിട്ട് ഞാനൊരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാനിതുവരെ ജേണലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് ക്രിസ്മസ് തീമിലുള്ള ജേണൽ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നല്ല റെഡും വൈറ്റും ഉള്ളൊരു പാറ്റേൺ പേപ്പർ ഒട്ടിച്ച് തന്നെ നമുക്ക് തുടങ്ങാവുന്നതാണ്. ക്രിസ്മസ് എപ്പോഴും എല്ലാവർക്കും സ്പെഷ്യലായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഈ മന്തെങ്കിലും എന്തോ ഈ മന്ത് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് ക്രിസ്മസും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്ലൈമറ്റാണ് ഈ ഡിസംബറൊക്കെ ആകുമ്പോൾ തന്നെ. പിന്നെ ഇയർ എൻഡ് അതുപോലെ ഫെസ്റ്റിവൽ നൈറ്റ് തന്നെ പുറത്തോട്ട് ഇറങ്ങിയാൽ എല്ലായിടവും ലൈറ്റ്സാണ്. അതാണ് ഈ ക്രിസ്മസിൻ്റെ പ്രത്യേകത. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം കേട്ടോ. നല്ല കളർഫുള്ളാണ് എല്ലാ സ്ഥലവും. അതുപോലെ കേക്ക് വൈന് എല്ലാം കൊണ്ടും ക്രിസ്മസ് ഭയങ്കര സ്പെഷ്യലാണ്. പിന്നെ ഡിസംബർ സ്പെഷ്യലാവാൻ ചെറിയൊരു പ്രത്യേകത, ഞാൻ ചെറിയൊരു ആലപ്പുഴക്കാരിയും കൂടെയാണ്. അവിടെ മുല്ലയ്ക്കച്ചെറുപ്പ് തുടങ്ങുന്നതാണ്. അതാണ് ഡിസംബർ സ്പെഷ്യലാവാൻ എനിക്ക് ഇച്ചിരി പ്രത്യേകത കേട്ടോ. റോഡിലെല്ലാം നല്ല തിരക്കൊക്കെ ആയിരിക്കും കേട്ടോ. ആലപ്പുഴക്കാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്മസ് ജേണൽ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി. കൈ കിട്ടിയ സാധനങ്ങളെല്ലാം ഒട്ടിച്ചു കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചായിട്ട് എഴുതാനുള്ള സ്പേസ് ഞാനവിടെ വിട്ടിട്ടുണ്ട്. എങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എടുത്ത എല്ലാ സ്റ്റിക്കേഴ്സൊക്കെ. എങ്കിലും കുറച്ചൊക്കെ ബാക്കി വരുമെന്നേ. ഞാൻ ആദ്യം സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴേക്കും ഇത് ഒത്തിരി ആയെന്ന്. പക്ഷേ ഒട്ടിച്ച് വരുമ്പോഴത്തേക്കും കുറവാണെന്ന് തോന്നും. എന്നാൽ ബുക്കാണെങ്കിൽ എൻ്റെ ചെറുതുമാണ്. എന്നിട്ടും അത് കംപ്ലീറ്റ് ആവാത്ത പോലെ. എനിക്ക് ഇത്തിരി സ്പേസ് പോലും വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത് ഇഷ്ടമല്ല. എല്ലായിടവും മാക്സിമം ഞാൻ സ്റ്റിക്കേഴ്സും എന്തെങ്കിലും ലെറ്റേഴ്സും ഒക്കെ എഴുതി വെച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ്. അത് കാരണം ഇച്ചിരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ വേക്കൻ്റ് ആയിട്ട് കിടക്കുമ്പം എനിക്കെന്തോ ഇൻകംപ്ലീറ്റ് ആയതുപോലൊരു ഫീൽ കിട്ടും. അപ്പം നമ്മുടെ ക്രിസ്മസ് തോട്ട്സൊക്കെ ഞാൻ അവിടെ എഴുതി വെക്കുന്നുണ്ട്. ഇതുവരെ ജേണൽ സ്റ്റാർട്ട് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നേ. ഒരു നല്ല രസമുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പം നമ്മുടെ ക്രിസ്മസ് ജേണൽ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ ചെയ്തത്. ഇനിയും വേക്കൻ്റ് ആയിട്ട് സംഭവങ്ങളുണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ അതിനകത്തും കൂടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അതും ഈ ജേണൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ മസ്റ്റായിട്ട്. ഇതെൻ്റെ ഇയർ എൻഡിൻ്റെ ലാസ്റ്റ് ചാനലൊന്നും അല്ല. ഇനി ഒരെണ്ണം കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പറ്റുവാണെങ്കിൽ ഞാനതൊരു വീഡിയോ എടുക്കാം. ഇതിനെങ്ങനെ റെസ്പോൺസ് എന്ന് അറിഞ്ഞിട്ട് വേണം അത് ചെയ്യാൻ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുമല്ലോ. കുറേ അപ്പമായല്ലേ, ഇനി കുറച്ച് നേരം അപ്പം മാറ്റാം. ഇതാണ് എൻ്റെ ജേണൽ. കംപ്ലീറ്റ് ആയില്ല, ഇനി കുറച്ച് പോർഷനും കൂടെ എഴുതാനുണ്ടല്ലേ. അതിൻ്റെ ഒരു തിങ്കിങ്ങാണ് ഈ നടക്കുന്നത്. എന്തായാലും ജേണൽ കംപ്ലീറ്റ് ആയി. ഇനി വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കില്ലേ. ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യാനും. പിന്നെ ആ സൈഡ് വെച്ചേക്കുന്നില്ലേ, അത് ഞാൻ വരച്ച ഒരു സംഭവമാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ മറക്കില്ലേ. അപ്പോൾ ടാറ്റാ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.